കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ PCOD നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തതാണ് 150 മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ആഴ്ചയിൽ 5 ദിവസം 30 മിനിറ്റ് വീതം നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കണം. അതിൽ വർക്കൗട്ടിൽ മൈൽഡ് ആയിട്ടുള്ള കാർഡിയോ ചെയ്യണം, ലോ ഇന്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യണം, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യണം, അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങുകൾ എല്ലാം കൂടെ ഉള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു വർക്കൗട്ട് മാത്രം അല്ലെങ്കിൽ കാർഡിയോ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെന്ന് പറയുന്നതാണ് ഈറ്റ് ഹെൽത്തി, നല്ല ഭക്ഷണ രീതി ഫോളോ ചെയ്യുക എന്നുള്ളത്. അതെപ്പോഴും ഞാൻ പറയുന്നതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. കാർബ്സിന്റെ അളവ് മിതമാക്കി കൊണ്ടുവരിക. നിങ്ങൾ ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു 25% റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരിക. അത് നിങ്ങൾ കാർബ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഒരു ചെറിയ രീതിയിൽ കുറച്ചുകൊണ്ട് വരിക. അതിൽ ചെയ്യേണ്ടത് കാർബ്സ് എടുക്കണം, അതുപോലെ തന്നെ പ്രോട്ടീനും എടുക്കണം, വെജിറ്റബിൾസും എടുക്കണം, അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റും എടുക്കണം. മൂന്നാമത്തേതെന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള ഉറക്കം, അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഡെയിലി 7 to 8 hours എങ്കിലും പ്രോപ്പറായിട്ട് ഉറങ്ങിയിരിക്കണം. പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിലും സ്ട്രെസ് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ കോർട്ടിസോൾ ലെവൽ കൂടും. അത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആക്കും. നമുക്ക് പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ വർക്കൗട്ട് ആണെങ്കിലും അതുപോലെ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ, അതുപോലെ മ്യൂസിക് ലിസൺ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും. അതുവഴി നമുക്ക് നമ്മുടെ PCOD റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.